നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കുടുംബ പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട താരങ്ങളായിരുന്നു ജിഷിൻ മോഹനും വരദയും. ഇരുവരുടെയും പ്രണയവും വിവാഹവും ഒക്കെ വലിയ ആഘോഷമാക്കിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരങ്ങൾ പങ്കുവയ്ക്കാറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറാറുള്ളത്. എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇരുവരും പിരിഞ്ഞതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒടുവിൽ ഒരു അഭിമുഖത്തിൽ ജിഷിൻ തന്നെ ഞങ്ങൾ പിരിഞ്ഞു എന്ന തരത്തിൽ സൂചനകൾ നൽകിയിരുന്നു. ജിഷിൻ മോഹനും അമേയ നായരും തമ്മിൽ പ്രണയത്തിലാണെന്നും ലിവിംഗ് ടുഗദറിലാണെന്നുമുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകളും റീൽസും പങ്കുവച്ചു തുടങ്ങിയതോടെയാണ് താരങ്ങളുടെ പേരിൽ ഗോസിപ്പുകൾ പ്രചരിച്ചു തുടങ്ങിയത്. ഇപ്പോഴിത് ആദ്യമായി താൻ വിവാഹമോചിതനായി എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജിഷിൻ. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ഏത് പെൺകുട്ടികളുടെ കൂടെ ഫോട്ടോയോ വീഡിയോയോ ചെയ്താലും അതെല്ലാം ചർച്ചയാകുകയാണ്. അതെന്താണ്, എന്നെ പെൺകുട്ടികളുടെ കൂടെ കാണാൻ പാടില്ലേ? അനാവശ്യ തമ്പനയിൽ കൊടുത്ത് ചിലർ ഇതൊക്കെ വാർത്തയാക്കും. ഇതിലൊക്കെ കമന്റ് ഇടാനും ചിലർ കാണും. ഈ കമന്റുകളൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എന്നാൽ അമേയെ ഇതെല്ലാം ബാധിച്ചു. അവൾ ആദ്യമായി നൽകിയ അഭിമുഖത്തിന് താഴെ വളരെ അധികം അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് വന്നത്. യാതൊരു ചീത്തപ്പേരും കേൾക്കാതെയാണ് അമേയ ജീവിക്കുന്നത്. അതിനിടയിലാണ് എന്റെ കുടുംബം തകർത്തതെന്ന് പറഞ്ഞ് ചില അധിക്ഷേപങ്ങൾ വരുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത്? അമേയെ ഞാൻ പരിചയപ്പെട്ടിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. എന്റെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് 3 വർഷമായി. എങ്ങനെയാണ് അപ്പോൾ ഇവൾ എന്റെ കുടുംബം തകർത്തതിന് കാരണമാവുക? ഡിവോഴ്സായി കഴിഞ്ഞാൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കണം എന്നാണോ? വേറെ പെണ്ണിനെ നോക്കാൻ പാടില്ലേ? ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു കാഴ്ചപ്പാടാണ് മലയാളികൾക്ക്. ഞങ്ങളുടെ റിലേഷനെ കുറിച്ച് അമ്മയെ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞങ്ങൾ തമ്മിൽ മ്യൂച്വലായി ഒരു ധാരണയുണ്ട്, ഒരു ബോണ്ടുണ്ട്. പരസ്പരം താങ്ങി നിർത്താനും കെയർ ചെയ്യാനും ഒക്കെയുള്ള ബോണ്ടിംഗ് ഉണ്ട്. അതൊരു വിവാഹത്തിലേക്ക് പോകുമെന്നോ പ്രണയത്തിലേക്ക് പോകുമെന്നോ പറയാൻ സാധിക്കില്ല. ഞങ്ങളുടെ ബന്ധത്തെ എന്ത് പേര് വേണമെങ്കിലും വിളിച്ചോട്ടെ, പക്ഷേ അവിഹിതമെന്ന് വിളിക്കരുത്. ഒരാളുമായി ബന്ധത്തിലിരിക്കെ മറ്റൊരാളുമായി ബന്ധം ഉണ്ടാക്കുന്നതിനെയാണ് അവിഹിതമെന്ന് വിളിക്കുന്നത്. ചിലർ അധിക്ഷേപിച്ച് കമന്റ് ഇടുന്നതിന്റെ പേരിൽ പോയി തൂങ്ങി മരിക്കാൻ എനിക്ക് സൗകര്യമില്ല. ഡിവോഴ്സായി 2 വർഷക്കാലം ഞാൻ ഡിപ്രഷനിലായിരുന്നു. പുറത്തിറങ്ങാതെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് സമയം കളഞ്ഞിട്ടുണ്ട്. കാരണം പുറത്തിറങ്ങിയാൽ നെഗറ്റീവാണ്. അതോടെ കള്ളുകുടി, കഞ്ചാവടി എല്ലാം തുടങ്ങി. സിന്തറ്റിക് ഡ്രഗ്സും ഉപയോഗിച്ചിട്ടുണ്ട്. ആ കൂട്ടുകെട്ടിലേക്ക് പോയിട്ടുമുണ്ട്. ഈ എല്ലാ സാധനങ്ങളിൽ നിന്നും എനിക്ക് മോചനം കിട്ടിയത് അമ്മയെ പരിചയപ്പെട്ടതിന് ശേഷമാണ്. ഒറ്റപ്പെട്ടു പോവുക എന്നത് വല്ലാത്തൊരു അവസ്ഥയാണ്. ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ മദ്യത്തിലൊന്നും ആശ്രയം കണ്ടെത്താത്തവരെ സമ്മതിക്കണം. എന്നെ പോലുള്ള സാധാരണക്കാർക്കൊന്നും ഇത് നടക്കില്ല. ഗുമസ്തനിലുള്ള ജയ്സേട്ടൻ അടുത്ത സുഹൃത്താണ്. അദ്ദേഹമാണ് പറഞ്ഞത് ജീവിതത്തിൽ നമുക്കൊരു പാർട്ട്ണർ വേണമെന്ന്. എന്റെ ജീവിതത്തിൽ ഇനി എന്തായാലും ഒരു വിവാഹം ഉണ്ടാകില്ല. വിവാഹം എന്നത് വെറുമൊരു കൂട്ടിക്കെട്ടൽ മാത്രമാണ്, അല്ലാതെ അതിലൊരു ഇമോഷണൽ ബോണ്ടില്ല. ഇത് പിന്നെ നിയമപരമായി പിരിക്കാനാണ് പാട്. നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ജീവിച്ചാൽ മതി. വിവാഹം ഇനി ഉണ്ടാവില്ലെങ്കിലും ഒരു പാർട്ട്ണർ ഉണ്ടാകണം ജീവിതത്തിൽ എന്നുണ്ടെന്നും ജിഷിൻ പറഞ്ഞു. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.